ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇത്. കുറച്ച് ലേറ്റായിട്ടാണ് ഇടുന്നത്. പെരുന്നാളിൻ്റെ വ്ളോഗ് ഞാനിങ്ങനെ ഇടുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണോ ഈ ഇടുന്നതെന്ന്. അവിടെ കുടിയിലൊക്കെ എപ്പോഴും കാക്കൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇറച്ചി എന്ന് കിട്ടൽ നിൽക്കണോ അന്നേ പെരുന്നാൾ ചെയ്യുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെയും കൂടി ഒരു ഇറച്ചിപ്പൊതി കിട്ടിക്കണം. അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങളെ പെരുന്നാൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രാവിലെ നീച്ചപ്പോൾ തന്നെ തുണി സ്ഥിരക്കിടാനാണ് കേട്ടോ നിന്നത്. കാക്കുനോട് ഞാൻ തലേ ദിവസം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തുണി എടുക്കണമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ തുണി എടുക്കണില്ല. അപ്പോൾ പിന്നെ രാവിലെ നീച്ചപ്പോൾ എന്നോട് പറയുകയാണ് എനിക്ക് തുണി വേണം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ എന്തായാലും അതൊക്കെ സ്ഥിരക്കിട്ട് റെഡിയാക്കി വെച്ച് ഞങ്ങൾ അടുക്കളയിലോട്ട് കിടന്നു. അപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടാട്ടോ ആരംഭിച്ച്. ചിക്കൻ ഓൾറെഡി മസാല തിരുമ്പി ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിയൊക്കെ നേരാക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് നമ്മൾ ഈ പെരുന്നാൾക്ക് ഉള്ളി മേടിച്ചുകൊണ്ടാക്കണം ആ ഉള്ളിയുടെ തോലുവയും പൊളിച്ചാൽ കിട്ടുകയില്ല. അല്ലെങ്കിൽ കാണാം എത്ര പെട്ടെന്ന് ആ പരിപാടി അറിയോ. നമുക്ക് എന്നാണോ തിരക്ക് കൂടുതൽ അതിനനുസരിച്ച് കാര്യം എല്ലാ കാര്യങ്ങളും തിരിച്ചമർച്ചാവുക. അപ്പം പിന്നെ എന്തായാലും ചിക്കൻ മസാല എൻ്റെ വേഗം പൊരിക്കാൻ നിന്നു കേട്ടോ. ഓരൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ പോകുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പള്ളിയിൽ പോയി വരുമ്പോഴത്തേന് ഈ ചിക്കനൊക്കെ പൊരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഈ സംഭവം ഒന്നും ചിലപ്പോൾ ഇങ്ങനെ ഇതുപോലെ കാണാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ അടുക്കളയിൽ ഞങ്ങൾ നിന്നാലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഓല അത്ര കുഴപ്പമില്ല. ഞങ്ങൾ ഒന്നോ രണ്ടോ വരെയുള്ളൂ കേട്ടോ ഉപ്പ് നോക്കുക. പക്ഷെ ഓരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കി അവസാനം ഉപ്പ് പോയിട്ട് നോക്കാനായിട്ടൊന്നും ബാക്കി ഉണ്ടാവില്ല. എന്നാൽ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ചിക്കൻ പൊരിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ എന്തായാലും ഇതിനിടയ്ക്ക് ഞങ്ങൾ ചോറക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാതും പാടും നമുക്ക് ഒരുമിച്ച് എടുക്കാനൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ദമ്മൊക്കെ ഇട്ട് ദമ്മ് പൊട്ടിച്ചു കേട്ടോ. ദമ്മ് പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഉച്ചാമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പാടും ഒരുമിച്ച് കൂട്ടിയതാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ ആരും പള്ളി കഴിഞ്ഞ് വന്നിരിക്കുന്ന ഫുഡ് കഴിക്കുന്ന ശീലങ്ങളൊന്നും ആർക്കും ഇല്ല കേട്ടോ. എല്ലാവരും പറയാം സമയം തെറ്റി കഴിച്ച് കഴിഞ്ഞാൽ വയറിനൊരു സുഖം ഉണ്ടാവില്ല എന്നാണ് പറയാം. അപ്പോൾ പിന്നെ ദമ്മൊക്കെ പൊട്ടിച്ച് അളക്കി റെഡിയാക്കിയിട്ട് അമ്മ. അപ്പോൾ പിന്നെ ഞാൻ കാലുമ്മ മൈലാഞ്ചിയുടെ ഇന്നലെ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു രസം. അപ്പോൾ ഞാൻ എൻ്റെ കാലുമ്മ മൈലാഞ്ചി കേട്ടോ. അപ്പോൾ മച്ചുവിൻ്റെ കൈമ്മട്ടത് മച്ചുവിന് തികഞ്ഞിട്ടില്ല. എൻ്റെ കാലുമ്മത്തെ നല്ല രസമുണ്ട് എന്നാണ് മച്ചു പറയുന്നത്. അപ്പോൾ എന്തായാലും മോൻ്റെ വിഷയമൊക്കെ അവിടെ കിടക്കട്ടെ. പിന്നെ ഇമ്മ വന്ന് ഞങ്ങൾ അയൽവാസികൾക്കൊക്കെ പെരുന്നാളായി കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫുഡൊക്കെ എല്ലാവർക്കും റെഡിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഉമ്മ ഞങ്ങളോട് ഇങ്ങനെ പറയുമായിരുന്നു ഇത് ഞാൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിക്കായിരുന്നു, നിങ്ങൾക്കാണ് ചെയ്തുകൂടായിരുന്നില്ലേ എന്നൊക്കെ. കാരണം നമ്മൾ എത്ര ചെയ്താലും നമുക്ക് ഇമ്മ സ്ഥിരം ചെയ്യണ കാര്യം ഇമ്മ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമില്ലേ. കുറയും കൂടും ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ അമ്മ എന്നെ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഓരോരുത്തർക്ക് കൊണ്ടേ കൊടുക്കുന്ന തിരക്കാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുള്ളൂ. കാരണം നമ്മൾ ഫുഡ് കഴിക്കൽ കഴിയുമ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആവില്ലേ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഓൾക്ക് കിട്ടാൻ നേരം വഴുകണ്ടെന്ന് വിചാരിച്ചിട്ട് ഓൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ അവർ ഈ ഫുഡിന് കാത്ത് നിൽക്കട്ടോ. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരോട് ഞങ്ങൾ പെരുന്നാളിൻ്റെ ദിവസം അവരുടെ വീട്ടിൽ ഫുഡ് വെക്കണ്ടെന്ന് പറയാറുണ്ട്. ഞങ്ങൾ തരാമെന്ന് പറയലുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ കുട്ടിപ്പുറക്കാടികൾക്ക് കൊടുത്തു കേട്ടോ. 3 എണ്ണം ഇരിക്കണുണ്ടോ. പെരുന്നാൾക്കോടിയൊക്കെ ഊരി വലിച്ചെറിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞൊക്കെയും വെള്ള ഡ്രസ്സായിരുന്നു കേട്ടോ അവരത്. അപ്പോൾ പിന്നെ മൊത്തം തലങ്കോലാക്കുമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൊടുത്തില്ല. പിന്നെ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. പെരുന്നാളിൻ്റെ ദിവസം തന്നെ കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. അല്ലെങ്കിൽ വിശക്കണത് ആരാ ഓല് ഫസ്റ്റ് കഴിക്കും, അതാണ്. അല്ലാതെ പ്രത്യേകിച്ച് എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞ് കാത്തുക്കൊന്നുമില്ല. ആർക്കാണ് വിശക്കണം അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കും. അപ്പോൾ നമ്മൾ ചോറ് കഴിഞ്ഞു, എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇനി കുടുംബക്കാരൊക്കെ വീട്ടിൽ പോവാണ് അല്ലേ. കുടുംബക്കാരൊക്കെ വീട്ടിൽ പോവാണ്. കൊറേ ആൾക്കാരെ വീട്ടിൽ പോവാണ്. എന്റെ മൈലാഞ്ചി പുഷ്പങ്ങളൊന്ന് കുറച്ച് കേടന്നു, ഇങ്ങനെ പിടിക്കണം നല്ല. മച്ചുവിന്റെ കൈമീണ്ട് പോവൂലേ. മച്ചു ജ്യൂസ് കുടിച്ചോണ്. ഞങ്ങളെ ബിരിയാണിയൊക്കെ ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസാണ്. മച്ചു ജ്യൂസാ കുടിച്ചോ മച്ചു? മാങ്ങ ജ്യൂസ്. അപ്പൊ എല്ലാവർക്കും മോനെ ഈദ് മുബാറക്. നമ്മൾ പെരുന്നാൾ ഫുഡ് അടി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് കാക്കൂൻ്റെ വീട്ടിലെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ വീട്ടിലേക്ക് പോലെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കല്യാണമാണെങ്കിലും ഒന്നിനും നമുക്ക് കൂടാനൊന്നും പറ്റണില്ല. കാരണം നമുക്ക് വരുന്ന സമയത്ത് കല്യാണങ്ങളൊന്നും ഉണ്ടാവില്ല, വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴല്ലേ നമ്മളെല്ലാവരും കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ലീവിന് വരുമ്പോൾ എല്ലായിടത്തും ഒന്ന് പോകും കേട്ടോ. കുട്ടികൾക്കും എല്ലാവരെയും കാണാം, നമുക്കും എല്ലാവരെയും കാണാം. ഒരു ഫംഗ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്താകുമ്പോൾ നമ്മൾ അവരൊക്കെ കാണുമല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ പോയാലേ ഇപ്പോൾ എല്ലാവരെയും കാണുള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ വൈകിട്ടാണ്
എൻ്റെ അമ്മയുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തൂത വഴിക്കായിരുന്നു ഞങ്ങളെ യാത്ര. അപ്പോൾ പിന്നെ തൂതയിൽ തന്നെയാണ് കേട്ടോ അമ്മയുടെ വീട്. പെരുന്നാളായിട്ട് വീട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഉമ്മ അവിടേക്ക് പോയിക്കായിരുന്നു കേട്ടോ, ഞങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ അവിടെയും പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെയായിരുന്നു ഞങ്ങളെ പെരുന്നാക്കത്തെ വീഡിയോ കേട്ടോ. കുറേ വിശേഷങ്ങളുണ്ടായിരുന്നു, മൊത്തം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയെങ്കിലും ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ്